സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപരമ്പരകളെ നമിച്ചുകൊണ്ട് ഉത്തരരാമായണ പഠനത്തിൻ്റെ 11ാം ദിവസത്തിലേക്ക് കടക്കാം. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദരപ്രണാമം, സുസ്വാഗതം. ഇന്നത്തെ പഠനഭാഗം അധ്യായം 2 883 വരി മുതലാണ്. കാർത്തവീര്യ വിജയം. അധർമ്മിയായ രാവണൻ അധർമ്മത്തിൽ കൂടി തന്നെ അയോധ്യാധിപതിയായ അനാരണ്യൻ എന്ന രാജാവിനെ വധിക്കുകയുണ്ടായി. ജീവൻ വേർപെടുന്ന സമയത്ത് രാവണനെ അദ്ദേഹം ശപിച്ചു. സൂര്യകുലത്തിൽ അയോധ്യയിൽ തന്നെ രാജാവായ ദശരഥന് രാമനെന്ന ഒരു പുത്രനുണ്ടാവും, അവനാൽ നീ വധിക്കപ്പെടും എന്ന്. അപ്പം ഇങ്ങനെ രാവണൻ്റെ ജൈത്രയാത്ര തുടരുമ്പോൾ ആ കഥ അഗസ്ത്യൻ രാമനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. രാമനൊരു സംശയം, അന്നത്തെ രാജാക്കന്മാർക്ക് തീരെ കരുത്തില്ലായിരുന്നുവോ, അതോ രാവണന് അവരെക്കാൾ അത്യധികം കരുത്തുണ്ടായിട്ടാണോ ഇങ്ങനെ എല്ലാവരെയും അവൻ തോൽപ്പിക്കുന്നത്? അതിന് മറുപടിയായിട്ട് അഗസ്ത്യൻ പറയുകയാണ്. അതാണ് ഇനി നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. പാരായണം തുടരാം. ജനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. എങ്കിലോ കേൾക്ക നീ പങ്കജലോചന. ഹുങ്കാരമുൾക്കൊണ്ടു ലങ്കേശ്വരൻ തഥാ സങ്കടം ദേവാദികൾക്കു ചേർത്തുള്ളിലാതങ്കം മുനിവരന്മാർക്കും വളർത്തുടൻ. എന്നാൽ കേട്ടുകൊള്ളൂ താമരക്കണ്ണ. അഹങ്കാരത്തോടുകൂടി ആ ലങ്കേശ്വരനായ രാവണൻ ദേവന്മാർക്കൊക്കെ സങ്കടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, മുനിവരന്മാർക്കും ദുഃഖം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ചെന്നു പൊക്കിടിനാൻ മാഹിഷ്മതീപുരം തന്നിലവിടെ കൃതവീര്യനന്ദനൻ നർമ്മേച്ഛയാ നിജനാരീജനവുമായി നർമ്മദയിങ്കലാ മാറുപോയിടിനാൻ. മാഹിഷ്മതി എന്ന രാജ്യം, ഹേഹേ രാജ്യമെന്നും പറയും. അവിടെ കൃതവീര്യൻ്റെ പുത്രനായ കാർത്തവീര്യൻ നർമ്മേച്ഛ ജലക്രീഡയ്ക്കായിട്ട് നർമ്മദാ നദിയിൽ പോയി. ആരോടൊപ്പമാണ് പോയത്? നിജനാരീജനവുമായി. ധാരാളം ഭാര്യമാരുണ്ട് അദ്ദേഹത്തിന്. അവരോടൊപ്പം ജലക്രീഡയ്ക്കായിട്ട് നർമ്മദാ നദിയിൽ പോയി. അപ്പോൾ ദശാസ്യനാനുചരന്മാരോടും പുഷ്പകത്തിന്മേലെ സഞ്ചരിക്കും വിധൗ ബന്ധുരകാനന ശോഭിതമാകിന വിന്ധ്യാചലം കണ്ട നേരം കുതൂഹലാൽ നിർമ്മലമാരി നിറഞ്ഞൊഴുകിയിടുന്ന നർമ്മദയാകുന്ന പുണ്യനദി കണ്ടു. രാവണൻ തൻ്റെ പരിവാരസമേതം പുഷ്പക വിമാനത്തിൽ ഇങ്ങനെ യാത്രയാകുകയാണ്, ജൈത്രയാത്ര നടത്തുകയാണ്. എവിടെയും എന്തെങ്കിലും അദ്ദേഹത്തെ ആകർഷിച്ച ഉടൻ തന്നെ അവിടെ
വിമാനം ലാൻഡ് ചെയ്യും, അവിടേക്ക് പോകും. ഇപ്പോൾ കണ്ടതെന്താണ്? വിന്ധ്യാസാനു പ്രദേശത്ത് ഒഴുകുന്ന നർമ്മദ നദി, അതിമനോഹരമായ നിർമ്മല ജലം, ആ നദീതീരത്ത് മനോഹരമായ കാനനം, ഉദ്യാനം മുതലായവ കണ്ടു. തീരദേശേ തത്ര വിശ്രമിച്ചിടുവാൻ വീരനനുചരന്മാരോട് ചൊല്ലിനാൻ. അവിടെ വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ് എന്ന് കണ്ടിട്ട് വീരനായ രാവണൻ തൻ്റെ അനുയായികളോട് പറഞ്ഞു, അനുചരന്മാരോട് പറഞ്ഞു, ഓരോ നൃപവരന്മാരോട് പോർ ചെയ്തു പാരമുള്ള ആലസ്യമാശു തീർത്തിടുവാൻ സ്വർണദിയോട് സമാനയാം നർമ്മദ തന്നിലിറങ്ങി കുളിപ്പിനെല്ലാവരും. കുറേ നാളുകളായിട്ട് തുടങ്ങിയതാണ് ഈ ജൈത്രയാത്ര. ഓരോ രാജാക്കന്മാരുടെ അടുത്ത് പോർവിളിയുമായിട്ട് നടക്കുകയാണല്ലോ. അതിൽ ചിലർ അടിയറവ് വെക്കും, അവരോട് പിന്നെ യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. ചിലർ എതിർക്കും, അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. അപ്പം ഇതുവരെ എല്ലാവരെയും തോൽപ്പിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കഷ്ടതയുള്ള പണിയാണ്. എല്ലാവരും ക്ഷീണിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഈ സുവർണനദിയോട്, സുവർണനദി എന്ന് പറഞ്ഞാൽ സ്വർഗലോകത്തെ നദി, അതായത് ഗംഗാനദി, ആകാശഗംഗ, അതിനോട് സമാനമായ ഈ നർമ്മദാ നദിയിലിറങ്ങി എല്ലാവരും കുളിക്കുവിൻ. പിന്നെ ഞാനും ഇവിടെ കുളിച്ചു നിയമങ്ങളൂനം വരാതെ കഴിക്കുന്നതുണ്ടല്ലോ. എത്ര അധർമ്മിയാണെങ്കിലും അദ്ദേഹം ശിവപൂജയ്ക്ക് യാതൊരു ഭംഗവും വരുത്തുകയില്ല. ശിവഭക്തനാണ്, തീവ്രഭക്തനാണ്. മധ്യാഹ്നമായതു കാലമിപ്പോൾ ഇനി മൃത്യുഞ്ജയാർച്ചനവും കഴിച്ചിടുവൻ. ഇപ്പോൾ മധ്യാഹ്ന സമയമാണ്. ശിവപൂജയുടെ മൃത്യുഞ്ജയൻ, ശിവൻ്റെ പൂജ ചെയ്യാനുള്ള സമയവുമായി. ഞാനത് ഇവിടെ ഈ നർമ്മദയിൽ കുളിച്ചിട്ട് ആ കാര്യം ചെയ്യാം എന്നതു കേട്ടു കുളിച്ചു നിശാചരർ ചന്ദന പുഷ്പാദികൾ ഒരുക്കിയിടിനാർ. അവർ, രാവണൻ്റെ അനുചരന്മാർ, സ്നാനമെല്ലാം കഴിഞ്ഞ് ചന്ദന പുഷ്പാദികൾ ഒരുക്കി എന്ന് പറഞ്ഞാൽ രാവണൻ്റെ ശിവപൂജയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കി. ഉത്തമമായ ശിവലിംഗമെത്രയും വിസ്തൃതവാലുകാ കൽപ്പിതവേദിയിൽ വച്ചു മണിപീഠമൂർധനി ശിവലിംഗമർച്ചനാർത്ഥം വെച്ച അഭിഷേകപൂർവകം ആചാരവാക്യോപദേശമാർഗേണ തൽപൂജാവിധാനേന ചെയ്തു ശിവാർച്ചനം. അങ്ങനെ ശിവപൂജയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. എപ്പോഴും തൻ്റെ കൈവശം ആ ശിവലിംഗം ഉണ്ടാക്കും. സന്തത സഹചാരിയായിട്ടത് എപ്പോഴും കൂടെ കൊണ്ട് നടക്കും. ആ ശിവലിംഗത്തെ വിസ്തൃത വാലുകാ കൽപ്പിത വേദിയിൽ, വിസ്തൃതമായ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു തറ, അതൊക്കെ അനുചരന്മാർ ചെയ്തു കാണും. അതിൽ വെച്ചു. ആ മണിപീഠം വെച്ചു. അതിൻ്റെ മുകളിൽ ശിവലിംഗവും വെച്ചു. എന്നിട്ട് അർച്ചനയും അഭിഷേകവും അർച്ചനയും ഒക്കെ ആയിട്ട് തൻ്റെ പൂജ തുടങ്ങി. ആചാരവാക്യോപദേശമാർഗേണ, ഈ പൂജയ്ക്ക് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മൂലമന്ത്രമുണ്ടല്ലോ, ആ മൂലമന്ത്രമൊക്കെ ചൊല്ലാൻ തുടങ്ങി. ആചാര്യൻ ഉപദേശിച്ചു കൊടുക്കുന്നു. അത് ഉപനയനം ചെയ്യുമ്പോൾ ആചാര്യൻ ഉപദേശിക്കുന്നതാണ് മൂലമന്ത്രം. അപ്പോൾ ആ
മന്ത്രത്താൽ പൂജാവിധാനേന ചെയ്തു ശിവാർച്ചനം. യഥാവിധി ശിവപൂജ ചെയ്തു. ഭക്ത്യാ നമസ്കൃത്യ നൃത്തവുമാടി നിന്ന് അത്യന്ത ശുദ്ധനായി സ്തുത്വാ പലതരം. ഭക്തിയോടുകൂടി സ്തുതി തുടങ്ങി. സ്തുതിയോടൊപ്പം നടനവും ചെയ്യും. അങ്ങനെയാണ് ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞിട്ട് മത്തനെ പോലെ നൃത്തം കൊതിക്കണം എന്ന് നമ്മുടെ പൂന്താനം പാടിയത് ഇവിടെ ഓർക്കണം. ഭക്തിയിൽ മുഴുകുമ്പോൾ കീർത്തനത്തോടൊപ്പം നമ്മളും അറിയാതെ നൃത്തമാടിപ്പോകും, നൃത്തം ചെയ്തു പോകും. അങ്ങനെയാണ് ഇവിടെ ഭക്തിയിൽ ഉറച്ച മനസ്സോടുകൂടി രാവണൻ ഇവിടെ നൃത്തം ചെയ്യുകയുണ്ടായി. ഇങ്ങനെ അത്യന്ത ശുദ്ധനായി സ്തുത്വാ പലതരം പലവിധ സ്തുതികളായി ശിവനെ പൂജിക്കുകയുണ്ടായി. നിത്യായ നിർമ്മലാനന്ദായ രുദ്രായ മൃത്യുഞ്ജയായ ഭൂതേശായ തേ നമഃ. ഇനി അങ്ങോട്ട് സ്തുതിയാണ്, ശിവസ്തുതി. ഞാനും ആചാര്യനും ഈശനും ഒന്നായി മനസ്സേ തോന്നി വരുന്നിതു മാമക്കേ. ഞാനും ആചാര്യനും ഈശനും ഭക്തനും ഭഗവാനും ഗുരുവും എല്ലാം ഒന്നായി തോന്നുന്നു. ഉറച്ച ഭക്തി ഉള്ളവർക്ക് തോന്നുന്ന കാര്യമാണിത്. ഇത് അഹങ്കാരം കൊണ്ട് തോന്നുന്നതല്ല. തത് ത്വം അസി, അത് നീ ആകുന്നു. ആ സാമവേദ വാക്യമാണല്ലോ. അപ്പോൾ ആ പരമാത്മാവ്, അത് എന്ന് പറഞ്ഞാൽ പരമ്പൊരുൾ, അത് നീ തന്നെയാണ്, നിൻ്റെ ഉള്ളിലും വിലസിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ആയിത്തീരണം. അങ്ങനെയാണ് ഇവിടെ രാവണൻ ആയിത്തീർന്നത്. ആ ഭക്തിയുടെ മൂർധന്യാവസ്ഥയിൽ ഇങ്ങനെയൊക്കെ തോന്നും. ഇങ്ങനെ മനസ്സേ തോന്നി വരുന്നിതു മമക്കേ. ഇങ്ങനെ വന്ദിച്ചിരിക്കുന്നതിൻ മധ്യേ പൊങ്ങി വരുന്നതു കാണായിതു ജലം. ആ നദീതീരത്ത് ആണല്ലോ ഇങ്ങനെ മൺതിട്ടയൊക്കെ വെച്ചിട്ട് അതിൽ പീഠം വെച്ച് ശിവലിംഗം വെച്ച് പൂജിക്കുകയാണല്ലോ. അങ്ങനെ അദ്ദേഹം ഭക്തി ലഹരിയിൽ ആറാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നു, നദീജലം പൊങ്ങി വരുന്നു. പീഠവും വാളും ശിവലിംഗവുമെല്ലാം കൂടെ മറഞ്ഞ അഭിഷിക്തനായി വന്നിതു. ആ മൺതിട്ടയെല്ലാം അങ്ങ് പോയി, വെള്ളം കയറി അലിഞ്ഞില്ലാതായിപ്പോയി. അവ ശിവലിംഗവും ഒക്കെ അതിൻ്റെ സ്ഥാനമൊക്കെ മാറി, വാളും പീഠവുമെല്ലാം അടുത്ത് നീ വെള്ളത്തിലായിപ്പോയി രാവണൻ. കഷ്ടമാകന്ത കഷ്ടം പുണ്യവാഹിനി പെട്ടെന്ന് പൊങ്ങിയതെന്തൊരു കാരണം. ഓ, ഇത്ര പെട്ടെന്ന് ഈ നദി ഇങ്ങനെ, നദിയിലെ വെള്ളം എന്താ പൊങ്ങാൻ കാരണം? വളരെ കഷ്ടമായല്ലോ. മഴയില്ല, ഒന്നുമില്ല. കീഴ്പോട്ടൊഴുകുന്ന തോയമുണ്ടോ പണ്ടു, മേൽപോട്ടൊഴുകുമാറെത്രയും അദ്ഭുതം. ചേടാ, ഇതെന്ത് മറിമായം? നദിയെന്നല്ല, വെള്ളം എപ്പോഴും താഴോട്ടാണല്ലോ ഒഴുകുന്നത്. താണജലത്തെ നീരോടൂ എന്ന് നമ്മൾ അറിയാം, ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. പക്ഷെ ഇത് മേളോട്ടാണ് എങ്ങനെയാണ് ഒഴുകി വരുന്നത്? എങ്ങനെ മേൽപോട്ടു പൊങ്ങി ജലമെന്നു നിങ്ങൾ തിരഞ്ഞറിഞ്ഞിങ്ങു വന്നിടുവിൻ. ഈ ജലം മേൽപോട്ടൊഴുകാൻ കാരണം എന്തെങ്കിലും കാരണം നിങ്ങളൊന്ന് പോയി തിരക്കിയിട്ട് വരുന്നേ എന്ന് തൻ്റെ അനുചരന്മാരോട് രാവണൻ പറഞ്ഞു. എന്നു ശുഖസാരണന്മാരെ രാവണൻ ചെന്നറിയിച്ചാനയച്ചപ്പോൾ
അവർകളും. ശുകനെയും സാരണനെയും അന്ന് മുതലേ ഇവർ എന്താ പറയുന്നത്, വിവരങ്ങൾ അറിഞ്ഞ് വന്ന് രാവണനെ ധരിപ്പിക്കുന്ന ചാരന്മാരാണല്ലോ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ചീഫാണ് ഇവരൊക്കെ. കീഴ്പോട്ടരയോജന വഴി ചെല്ലുമ്പോൾ വായ്പോടു കണ്ടാരൊരു നരവീരനെ. അങ്ങനെ കീഴ്പോട്ട് ചെല്ലുമ്പോൾ ഒരയോജന എത്തിയപ്പോൾ അവർ ഒരു രാജാവിനെ കണ്ടു. അർജുന ഭൂപതി നാരീജനവുമായി മജ്ജനം ചെയ്യുന്ന നേരം കളിച്ചവൻ പഞ്ചശതദ്വയമാം കരം കൊണ്ടവൻ കിഞ്ചന കീഴ്പോട്ടയച്ചീലിതു ജലം. അർജുനൻ എന്നും പേരുണ്ട്, നമ്മൾ കാർത്തവീരാർജുനൻ എന്നും വിളിക്കാറുണ്ട്. അതാണ് ഈ അർജുനൻ എന്നിവിടെ പറഞ്ഞത്. ആ അർജുന ഭൂപതി നാരീജനവുമായി തൻ്റെ ഭക്തികളുമായിട്ട് മജ്ജനം ചെയ്യുന്ന നേരം അവിടെ സ്നാനം ചെയ്യുകയാണ്. ജലക്രീഡ എന്ന് തന്നെ പറയാം. പഞ്ചശതദ്വയം, പഞ്ചശതം എന്ന് പറഞ്ഞാൽ 500, ദ്വയം അതിൻ്റെ 2, 500, 500, 500 ഗുണം 2 ഇത്രയായി 1000 കൈകളാണ് അദ്ദേഹത്തിനുള്ളത്. ഈ 1000 കൈകൾ അത്രിപുത്രനായ ദത്താത്രേയ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണെന്ന് പറയപ്പെടുന്നു. കിഞ്ചന കീഴ്പോട്ടയച്ചില്ല. ആ 1000 കൈ കൊണ്ട് കോർത്ത് ഒരു വലിയ എന്താ പറയുന്നത് തടയുണ്ടാക്കി അവിടെ. പിന്നെ അത് വെള്ളം താഴോട്ട് പോകാൻ സാധ്യമല്ല. ഒരു തുള്ളി വെള്ളം പോലും താഴോട്ട് പോകുന്നില്ല. അങ്ങനെ വാഹിനി വേഗേന മേൽപോട്ടു പൊങ്ങിയ കാരണമെന്നവർ ചൊല്ലിനാർ. അതുകൊണ്ടാണ് ഈ വെള്ളം ഇപ്പോൾ മേലോട്ട് പൊങ്ങി വരുന്നത് എന്ന് ശുകസാരണന്മാർ രാവണനെ അറിയിച്ചു. കോപിച്ചതു കേട്ടു രാവണനെത്രയും താപത്തോടും പറഞ്ഞിടിനാൻ അന്നേരം. എന്തുകൊണ്ടാണ് കോപിച്ചത്? കാർത്തിവീരാർജുനൻ എന്ന നരവീരൻ തൻ്റെ 1000 കൈകളാൽ നർമ്മദാ നദിയിലൊരു ചിറകെട്ടി വെള്ളം താഴോട്ട് പോകാൻ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് അവിടെ വെള്ളം പൊങ്ങിയത്. ഈ വാർത്ത കേട്ടിട്ട് അത്യധികം കോപമുണ്ടായി രാവണന്. ചെറിയ സന്താപവും തോന്നാൻ പറ്റുന്നില്ല. അതാണ് താപം എന്ന് പറഞ്ഞത്. ഇപ്രകാരം പറഞ്ഞു. അർജുനനാകുന്ന ദേവൻ അവൻ അതിഷഠൻ സജ്ജനദ്വേഷകൻ കശ്മലനത്രയും. എങ്കിലവനെ ജയിച്ചൊഴിഞ്ഞെന്നിയെ ലങ്കയ്ക്കു പോകുന്നതില്ല ഞാൻ നിർണയം. ആരാണീ അർജുനൻ? സജ്ജനദ്വേഷകൻ, സജ്ജനങ്ങളെ നിന്ദിക്കുന്നവനാണ്, വിദ്വേഷിക്കുന്നവനാണ്. കശ്മലൻ, എത്രയും കശ്മലനാണ്. ഇത് കേട്ടാത്തൊന്നും താൻ മഹാസദ്ഗുണസമ്പന്നനാണ്, സജ്ജനാണ്. അങ്ങനെയാണ് എല്ലാവരും. താൻ ചെയ്യുന്ന പ്രവൃത്തിയെ അല്പം പോലും മനസ്സിലാക്കാതെ മറ്റുള്ളവരെ നിന്ദിക്കുന്ന പ്രവൃത്തിയിലാണ് അധികം ആൾക്കാർ ഏർപ്പെടുന്നത്. ഇവിടെ രാവണനും ചെയ്തത് തന്നെയാണ്. എന്നാൽ അവനെ ജയിച്ചിട്ടേ ഉള്ളൂ കാര്യം. ശിവപൂജയൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് എങ്കിൽ അവനെ ജയിച്ചൊഴിഞ്ഞെന്നിയെ ലങ്കയ്ക്ക് പോകുന്നതില്ല ഞാൻ നിർണയം. ഇനിയിപ്പോൾ ഉടനെ ലങ്കയ്ക്ക് പോകുന്നില്ല, അവനെ ജയിച്ചിട്ടേ ഉള്ളൂ അടുത്ത കാര്യം. എന്നുര ചെയ്തു മഹേശ്വര പൂജയും നന്നായി സമർപ്പിയാതെ ദശഗന്ധരൻ ക്രുദ്ധനായി ചെന്നങ്ങടുത്താൻ കൃതവീര്യപുത്രനോടന്നു യുദ്ധത്തിനു രാവണൻ. അങ്ങനെ ആ ശിവപൂജ പാതി മുടങ്ങി പോയിരുന്നു. അതവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് നേരെ തൻ്റെ അനുചരന്മാരോടും ആയുധങ്ങളുമൊക്കെ ആയിട്ട്
കാർത്തവീരാർജുനൻ്റെ അടുത്തേക്ക് യുദ്ധത്തിനായിട്ട് പോയി. തീരദേശത്തിങ്കൽ നിൽക്കുന്ന സാമന്തവീരന്മാരോട് പറഞ്ഞു ദശാനനൻ. ആ നദിക്കരയിൽ നിന്നിരുന്ന തൻ്റെ സാമന്തന്മാരായ, അതായത് ചെറിയ ചെറിയ രാജ്യത്തെ രാജാക്കന്മാർ, ഇപ്പോൾ തൻ്റെ അനുയായികളായിട്ട് മാറിയിരിക്കുന്നവർ, നിങ്ങളൊരു കാര്യം ചെയ്യണം. രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ കാർത്തവീരാർജുനനോട് യുദ്ധത്തിനായി വന്നിതാ നിന്നു വിളിക്കുന്നതെന്നതും ചെന്നറിയിപ്പിൻ നൃപനോട് വൈകാതെ. നിങ്ങൾ പോയി എന്തു പറയണം? നിന്നോട്, അതായത് കാർത്തവീരാർജുനനോട്, യുദ്ധത്തിന് താ രാവണൻ വന്നു നിൽക്കുന്നു, ചുണയുണ്ടെങ്കിൽ വേഗം വന്നെതിർക്കുക എന്ന് പോയി പറയാൻ പറഞ്ഞു. ഭൂപതി തന്നമാത്യന്മാരത് കേട്ടു സാപഹാസം പറഞ്ഞിടിനാരന്നേരം. ഭൂപതി ആരാണ്? കാർത്തവീരാർജുനൻ. കാർത്തവീരാർജുന ഭൂപതിയുടെ അമാത്യന്മാർ, മന്ത്രിമാർ അത് കേട്ടിട്ട് അല്പമൊന്ന് പരിഹാസത്തോടു കൂടിയാണ്, സാപഹാസം പറഞ്ഞിടിനാനന്നേരം. എന്താണ് പറഞ്ഞത്? യുദ്ധസമയം അറിഞ്ഞിക വന്നു നീ എത്രയും നന്നുചിതജ്ഞനല്ലോ ഭവാൻ. ഓഹോ, യുദ്ധസമയം അറിഞ്ഞ് നീ വളരെ ഉചിതമായിട്ട് വന്നിരിക്കുകയാണല്ലോ. നല്ല സമയത്താണല്ലോ നീ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് യുദ്ധത്തിന് ഉള്ള സമയമാണോ? കേളി കലർന്നു നീരാടുന്നിതു നൃപൻ നാളെ അടക്കും തവമതം നിർണയം. ഇന്നിപ്പോൾ അദ്ദേഹം നീരാടുകയാണ്, ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ വാ, നാളെ നമുക്ക് യുദ്ധത്തിനൊക്കെ ഏർപ്പാടാക്കാം. അതോടുകൂടി നിന്റെ ഈ അഹങ്കാരവും നീക്കും. പാർത്തുകൂടാ നിനക്കെങ്കിലോ ഞങ്ങളെ ചീർത്ത മതത്തോടു കൊന്നാൽ നൃപവരൻ നിന്നോടു യുദ്ധത്തിനായി വരും നിർണയം. അതല്ല, നിനക്ക് സമാധാനം ഒട്ടുമില്ല. ഇപ്പോൾ തന്നെ നിനക്ക് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യും. ആ യുദ്ധത്തിൽ ഞങ്ങളെ നീ കൊല്ലുകയാണെങ്കിൽ ആ ജലക്രീഡയൊക്കെ ഉപേക്ഷിച്ച് രാജാവ് വന്നിട്ട് യുദ്ധം ചെയ്യും നിന്നോട്. പിന്നീടമെല്ലാം നിനക്കറിയായി വരും എന്നവർ ചൊന്ന നേരം പ്രഹസ്താദികൾ നിന്ന നൃപഭടന്മാരോട് പോർ ചെയ്താർ. ഇങ്ങനെ പിന്നെ ഇതും കൂടി പറഞ്ഞു. അപ്പോൾ നിനക്ക് മനസ്സിലാകും ആരാണ് കാർത്തവീരാർജുനൻ. ഇങ്ങനെ അവർ പറഞ്ഞപ്പോൾ, ആ മന്ത്രിമാർ പറഞ്ഞപ്പോൾ, പ്രഹസ്തൻ ഒക്കെ ഇത്രയും പേരെ തോൽപ്പിച്ച് ഇവിടെ ജൈത്രയാത്ര ഒക്കെ നടത്തി ഇവിടെ വന്നിരിക്കുകയാണ്. അദ്ദേഹം ഉണ്ടോ? അടങ്ങുന്നു. പ്രധാനമന്ത്രിയാണ്, പ്രധാന സേനാപതിയാണ്. കുറേയെങ്കിൽ രാവണൻ്റെ അമ്മാവനുമാണ്. ഉടൻ തന്നെ അവരോട് യുദ്ധം തുടങ്ങി. യുദ്ധകോലാഹലം കേട്ടു നൃപാധിപൻ മുഗ്ധാക്ഷിമാരോട് സാദരൻ ചൊല്ലിനാൻ. അതിഭയങ്കര യുദ്ധം. ആ ശബ്ദ കോലാഹലങ്ങൾ കേട്ടിട്ട് കാർത്തവീരാർജുനൻ പറഞ്ഞു തൻ്റെ അഗ്നിമാരോട്, പേടി കൂടാതെ കുളിച്ചു കരേറുവിൻ, ആടൽ കൂടാതെ ഞാനും നിമിഷം വരാം. നിങ്ങളെല്ലാം വേഗം കുളിച്ച് കരയ്ക്ക് കയറിക്കോളൂ, ഞാനിതാ എത്തിയിരിക്കുന്നു. ഇനി രാവണ കാർത്തവീര്യ യുദ്ധം. യുദ്ധം പറഞ്ഞു ഗദയുമെടുത്ത് അതിക്രുദ്ധനാം കാർത്തവീര്യാർജുനൻ അന്നേരം ചെല്ലുന്ന നേരം പ്രഹസ്തൻ മുസലം കൊണ്ടല്ലെല്ലാം മാറു നൃപനെ പ്രയോഗിച്ചാൻ. ഇങ്ങനെ പറഞ്ഞിട്ട് ആ
കാർത്തിവീര രാജാവ് അങ്ങോട്ട് ചെന്നു യുദ്ധത്തിനായിട്ട്. ഉടൻ തന്നെ മൂസലം കൊണ്ട് ആ പ്രഹസ്തൻ അദ്ദേഹത്തെ പ്രഹരിച്ചു. വന്ന മൂസലം ഇഴുക്കിക്കളഞ്ഞുടൻ ഒന്നടിച്ചാൻ ഗത കൊണ്ടു നൃപാധിപൻ. ആ മൂസലമൊക്കെ എടുത്തൊരു ഏറ് വെച്ചു കൊടുത്തിട്ട് തട്ടിക്കളഞ്ഞിട്ട് തട്ടിക്കളഞ്ഞിട്ട് തൻ്റെ ഗത കൊണ്ട് പ്രഹസ്തനെ ഒന്ന് കൊടുത്തു. താടനമേറ്റു മോഹിച്ചു വീണീടിനാടലോടും പ്രഹസ്തൻ. പുനരന്നേരം പേടി പരുത്തു ധൂമ്രാക്ഷാദികളെല്ലാം ഓടിനാരെന്നതു കണ്ടു കോപത്തോടെ യുദ്ധം ദശശതഹസ്തനോടും ദശവക്ത്രനും ചെയ്താൻ ഭയങ്കരമാം വണ്ണം. ആ ഗത കൊണ്ടുള്ള പ്രഹരമേറ്റ് പ്രഹസ്തനതാ വീണുപോയി. അപ്പോൾ ധൂമ്രാക്ഷൻ മുതലായ രാക്ഷസന്മാർ എല്ലാം പേടിച്ചോടി. അത് കണ്ട് കോപത്തോടെ ദശമുഖൻ ദശശതഹസ്തൻ, ഇവിടെ നോക്കണേ, ആ പദങ്ങളുടെ ആ പ്രാസമൊപ്പിച്ച പദങ്ങൾ എഴുത്തച്ഛൻ അങ്ങോട്ട് വിന്യസിച്ചിരിക്കുന്നത് മിക്കവാറും എല്ലായിടത്തും നമുക്ക് കാണാം ആ മനോഹര പ്രയോഗങ്ങൾ. ആ കാർത്തിവീരാർജുനെ വിളിച്ചിരിക്കുകയാണ് ദശശതഹസ്തൻ. ദശശതം 100 എന്ന് പറഞ്ഞാൽ 1000 ഹസ്തം കൈകളുള്ളവൻ. ദശവക്ത്രൻ, ദശമുഖൻ. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ട് ഭയങ്കരമായിട്ട് പോര് തുടങ്ങി. മുന്നം പശുപതിയോട് പിതൃപതി സന്നാഹമോട് പൊരുത പോലെ തഥാ. പണ്ട് പരമശിവനും യമനും തമ്മിൽ അതിഘോര യുദ്ധമുണ്ടായി. ആ സംഭവം എനിക്ക് തോന്നുന്നു നമ്മുടെ മാർക്കണ്ഡേയനെ രക്ഷിക്കാനായിട്ട്, മാർക്കണ്ഡേയന് 16 വയസ്സാകുമ്പോൾ മൃത്യു വരുമെന്ന് പറഞ്ഞു. ആ നിയോഗം പോലെ യമഭടന്മാർ വന്ന് മാർക്കണ്ഡേയനെ കൊണ്ടുപോരുമ്പോൾ ശിവഭക്തനായ മാർക്കണ്ഡേയൻ ആ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് ആ ഭക്തിയോടുകൂടി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. കാലകാലനും തമ്മിൽ അതിഭയങ്കര യുദ്ധമുണ്ടായി. അതിൽ കാലനെ പരാജയപ്പെടുത്തി എന്ന ഒരു കഥയുണ്ട്. അതായിരിക്കാം ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. പണ്ട് പശുപതിയോട് പിതൃപതി സന്നാഹമോട് പൊരുതിയത്. അതുപോലെയാണിപ്പോൾ ഈ യുദ്ധം. അത്രയ്ക്ക് ഘോര യുദ്ധമാണ് നടക്കുന്നത്. യാതുധാനാധിപന്റെ കവചവും ഭേദിച്ചു മേദിനി തന്നിൽ വീണു ബലാൽ. രാക്ഷസരാജാവായ യാതുധാനാധിപൻ, രാക്ഷസരാജാവായ രാവണൻ്റെ കവചം മുറുക്കി ഭൂമിയിലിട്ടു. കാർത്തവീരാർജുനൻ അപ്പോൾ ഗദ കൊണ്ടു രാത്രിഞ്ചരനെ ഒന്നടിച്ചിടിനാൻ. തൻ്റെ ഗദയെടുത്ത് കാർത്തവീരാർജുനൻ രാവണനെ ഒന്ന് പ്രഹരിച്ചു. താടനമേറ്റു പിൽപ്പാട് തെറിച്ചു പോയി പീഡമുഴുത്തു വീണാൻ ദശവക്ത്രനും. ഇങ്ങനെ ധാരാളം രാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അതിലൊക്കെ ധർമ്മത്തിലൂടെ ആയാലും അധർമ്മത്തിലൂടെ ആയാലും, അതായത് താൻ തോൽക്കുമെന്നുള്ള സമയം വരുമ്പോൾ മായാപ്രയോഗത്തിലൂടെ മറ്റ് രാജാക്കന്മാരെ തോൽപ്പിച്ചാണല്ലോ ഇതുവരെ വന്നത്. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. അതൊന്നും ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. അല്ലെങ്കിൽ അതൊന്നും ആ പ്രയോഗമൊന്നും നടന്നില്ല, നിഷ്ഫലമായിപ്പോയി.
കാർത്തിവീരാർജുനൻ രാവണനെ ഗദ കൊണ്ടൊന്നടിച്ചു. ആ ഗദയുടെ പ്രഹരമേറ്റ് അതാ കിടക്കുന്ന രാവണൻ ഭൂമിയിൽ. മോഹം കലർന്നു കിടക്കും ദശാസ്യനെ സാഹസത്തോട് കൃതവീര്യനന്ദനൻ പാശേന കാലും കരങ്ങളും ബന്ധിച്ചു നീചനെയും എടുപ്പിച്ചു ഭൃത്യന്മാരാൽ. ചന്ദ്രഹാസത്തെയും കൈക്കൊണ്ടു ഭൂമിപാലേന്ദ്രനുമാലയത്തിനു പോയിടിനാൻ. അങ്ങനെ വീണ് കിടക്കുന്ന ആ രാവണൻ്റെ 20 കൈകളും 10 തലകളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കെട്ടി, കയറുകൊണ്ട് അവിടെ കെട്ടി അവനെ. ഇനി ഒരിക്കലും ഇളകാൻ സാധിക്കാത്ത രീതിയിൽ അങ്ങോട്ട് ബന്ധിച്ചു. എന്നിട്ട് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, ഇവനെ എടുത്ത് നമുക്ക് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാം. അതാണ് പറഞ്ഞത്. ഭൂമിപാലേന്ദ്രനും ആലയത്തിന് പോയിടിനാൻ. ഭൂമിപാലൻ രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. കൂട്ടത്തിൽ ആ ചന്ദ്രഹാസമൊക്കെ എടുത്തു. രാവണൻ്റെ എന്തൊക്കെ ആയുധങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തുകൊണ്ടാണ് പോയത്. കാരാഗൃഹം തന്നിലാക്കുവൻ എത്രയും ക്രൂരനാം രാവണൻ തന്നെ എന്നാനവൻ. തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, ഇവനെ കാരാഗൃഹത്തിൽ ജയിലിൽ അടച്ചേക്കൂ, ഈ ബന്ധനത്തിൽ തന്നെ. മഹാദുഷ്ടനാണിവൻ, ക്രൂരനാണ്. ദേവകളും പുഷ്പവൃഷ്ടി ചെയ്തിടിനാർ ആവതില്ലെന്നു നിശാചരരും പോയാർ. ദേവകൾക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനില്ല. അവരിങ്ങനെ പുഷ്പവൃഷ്ടി ചെയ്തു. കാർത്തിവീരാർജുനെ സ്തുതിക്കുകയാണ് ചെയ്തത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രാവണന് പരാജയമേൽക്കുന്നത്. ഇങ്ങനെ ഒരു പരാജയം രാവണൻ ഏൽക്കുന്നത് ആദ്യമായിട്ടാണ്. ദേവന്മാരെയൊക്കെ ഇങ്ങനെ പേടിച്ച് വിറപ്പിച്ച് അവരൊക്കെ പാതാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്തു കഴിവിനി നമ്മുടെ സ്വാമിയാം പങ്ക്തിമുഖൻ തന്നെ വീണ്ടുകൊണ്ടിടുവാൻ. ഇങ്ങനെ രാവണനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുന്നത് കണ്ടുകൊണ്ട് നിന്ന നിശാചരന്മാർ, രാവണൻ്റെ അനുചരന്മാർ എന്തു ചെയ്യാനായിനി? അവർ ആകപ്പാടെ സങ്കടപ്പെട്ട് ലങ്കയിലേക്ക് പോയിരുന്നു. അവിടെ ചെന്നിട്ട് അവരെല്ലാം കൂടി ആലോചിക്കുകയാണ്. എന്ത്? പങ്ക്തിമുഖൻ തന്നെ വീണ്ടുകൊണ്ടിടുവാൻ എന്ത് കഴിവാണ് ഇനിയുള്ളത്? നമ്മുടെ സ്വാമിയെ വീണ്ടെടുക്കാനായിട്ട് എന്താണ് നമുക്കിനിയും നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് ആലോചിച്ചു. ലങ്കാരാജ്യം മുഴുവൻ സങ്കടത്തിലായി. അധിപനായ രാവണൻ ബന്ധിയായിട്ട് കാർത്തിവീരാർജുനൻ്റെ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. അങ്ങനെ സന്താപം ഉൾക്കൊണ്ടു തമ്മിൽ വിചാരിച്ചു ചിന്തിച്ച നേരത്തു മാരീചനും ചൊന്നാൻ. അങ്ങനെ അവർ തമ്മിൽ കൂടിയാലോചന നടക്കുമ്പോൾ മാരീചൻ ഇപ്രകാരം പറഞ്ഞു, ചെന്നു പുലസ്ത്യമുനിയോടുണർത്തിക്ക വന്നു രക്ഷിക്കും അവൻ നീ തന്തിരുവടി. മറ്റൊരു മാർഗവും ഇനി നമ്മളുടെ മുന്നിൽ അവശേഷിക്കുന്നില്ല. രാവണൻ്റെ മുത്തച്ഛനായ പുലസ്ത്യമുനിയോട് ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ കൊച്ചുമകനെ എങ്ങനെയെങ്കിലും, പൗത്രനെ എങ്ങനെയെങ്കിലും രക്ഷിക്കും. പുലസ്ത്യമുനി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രരിലൊരാളാണല്ലോ. പുലസ്ത്യൻ്റെ മകൻ വിശ്രവസിൻ്റെ മകനാണ് ഈ രാവണൻ. തീർച്ചയായിട്ടും എത്ര ദുഷ്ടനാണേലും തൻ്റെ പൗത്രനെ കൈവടിയില്ല, അദ്ദേഹം വന്നു രക്ഷിക്കും എന്ന് മാരീചൻ പറഞ്ഞു. എന്നു കൽപ്പിച്ചവർ ചെന്നു ചൊല്ലിടിനാർ. ഖിന്നനായപ്പോൾ പുലസ്ത്യമുനീന്ദ്രനും തന്നുടെ പുത്രതനയ വാത്സല്യത്താൽ ചെന്നു മാഹിഷ്മതി തന്നിലകം പൂക്കാൻ.
ഇങ്ങനെ തൻ്റെ പൗത്രൻ ബന്ധനസ്ഥനായി എന്ന വാർത്തയറിഞ്ഞ് പുലസ്ത്യമുനി ദുഃഖിതനായി ഒട്ടും ആലോചിച്ചില്ല. നേരെ ആ മാഹിഷ്മതീപുരം കാർത്തികരാർജുനൻ്റെ രാജ്യത്തേക്ക് പോയി. ആർഘ്യപാദ്യാസനാദ്യങ്ങളാൽ പൂജിച്ചു സൽക്കരിച്ചാശു നമസ്കരിച്ചിടിനാൻ. പുലസ്ത്യമുനിയെ കണ്ടിട്ട് അത്യാദരവോടുകൂടി സാഷ്ടാംഗം വണങ്ങി അദ്ദേഹത്തെ ആർഘ്യപാദ്യാദികളാൽ ആചരിച്ചു, പൂജിച്ചു, സൽക്കരിച്ചു. എന്നിട്ട് ഇരിപ്പിടവും കൊടുത്തു. അർഘ്യപാദ്യാസനാദ്യങ്ങളാൽ പൂജിച്ചു സൽക്കരിച്ചാശു നമസ്കരിച്ചിടിനാൻ. എത്രയും ആനന്ദമുണ്ടായതു ഭവാൻ അത്രൈവ മോദാലെഴുന്നള്ളിയ മൂലം. അല്ലയോ താപസശ്രേഷ്ഠ, അങ്ങ് ഇവിടേക്ക് വന്നത് മൂലം ഞാൻ ധന്യനായി, ഈ രാജ്യം പവിത്രമായി, എത്രയും ആനന്ദവാനായി ഞാൻ എന്ന് കാർത്തികരാർജുനൻ പുലസ്ത്യമുനിയോട് പറഞ്ഞു. കർത്തവ്യമെന്തു മയാ പുനരെന്നതും പൃഥ്വീശനാശു ചോദിച്ചോരനന്തരം. അങ്ങേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്, ദയവായി അത് അരുളി ചെയ്താലും എന്ന് കാർത്തികരാർജുനൻ പുലസ്ത്യമുനിയോട് പറഞ്ഞു. നമ്മൾക്കറിയാം എന്തിനാ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. കാരാഗൃഹത്തിൽ കിടക്കുന്ന തൻ്റെ പൗത്രനെ അവിടെ നിന്നും വിടുവിച്ച് കിട്ടാനായിട്ട് വന്നതാണ്. തൽക്കാലം അവിടെ കിടക്കട്ടെ അധർമ്മിയായ ആ ദുഷ്ടരാക്ഷസ രാജാവ്. നമ്മൾക്ക് ഇന്നത്തെ പഠനം ഇവിടെ സമ്പൂർണ്ണമാക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊള്ളുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.